അയ്യോ പറ്റിയ നല്ല ഗുരുത്വം പിടിച്ചെഴുന്നേപ്പിക്കണ നീ എവിടെ ഒരുങ്ങി കെട്ടി? ചന്തയ്ക്ക്. ആ ഇരുട്ടെന്നിട്ട് വരണം. കൊച്ചേട്ടാ, അരങ്ങേറ്റത്തിന് ഇനി ഒരു മാസം തന്നെ ഇല്ല. കാശ് കുറച്ച് ചെലവാ. ഓ, നീ എന്നാ പഠിച്ചിട്ട് ഇറങ്ങാറാനാ? നീ ഉണ്ടായിരുന്നെങ്കിൽ ആ അലമേലുമ്മ പുതിയ ബാലയില് ആ പെണ്ണിനെ കൊണ്ടുവരാന്നോ? ആ ചങ്ങനാശ്ശേരിക്കാരിനെ. ഓ, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. എനിക്ക് വയ്യ ബാലയും നാടകമൊന്നും പറഞ്ഞ നാട് തണ്ടാൻ. അയ്യടി, കാശ് അങ്ങോട്ട് ചെലവാക്കി പഠിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന കാശ് വേണ്ടെന്നോ? എനിക്കുള്ള കാശുണ്ടാക്കാൻ ഒരാൾ പോവല്ലേ ദുബായിക്ക്. കുറച്ചു കഴിഞ്ഞാ ഞാനും അങ്ങ് പോവും. ആ പറഞ്ഞ പോലെ അപ്പുക്കുട്ടി ഇന്ന് ഡ്രൈവിംഗ് പഠിച്ച് ഏതോ കണ്ടം കൊളവാക്കിയെന്ന് കേട്ടല്ലോ. നേരാന്നോടി? ഓ, ഒരു തൊഴിൽ പഠിക്കുമ്പോ ആർക്കാണെങ്കിലും ഒരു കയ്യബദ്ധമൊക്കെ പറ്റും. അണ്ണൻ തന്നെ എത്ര തവണ തെങ്ങേന്ന് തല്ലിയലിച്ച് വീണിട്ടാ. എടി ആ പാത്രം നല്ലപോലെ പിടിച്ച്. ഇതെന്നാണ് മൂട്ടി തുളയുള്ള സഞ്ചിയാണോ? ആ കടയിൽ കൊണ്ടുപോയേ. നിയമസഭയിൽ ഒച്ചപ്പാട്, അന്യനാട്ടിൽ അന്യനെ പോലെ. തെളിച്ച് വായിക്കണാവേ. ബാങ്കുകളിൽ ശമ്പളം കൂട്ടി. കൂട്ടിക്കോട്ടെ. 14 പട്ടാളക്കാരെ പുലികൾ വെടിവെച്ചു. പുലികൾ വെടിവെച്ചെന്നു? പട്ടാളക്കാര് പുലികളെ വെടിവെച്ചെന്നായിരിക്കും. പുലികൾ കടിക്കത്തോ മാനത്തേക്കേ ഉള്ളൂ. കയ്യബദ്ധം അല്ല അബൂക്ക. ആശാൻ സ്റ്റിയറിംഗ് വലത്തോട്ട് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ വലത്തോട്ട് ഓടിച്ചു. അത് കുറച്ച് കൂടിപ്പോയി. അപ്പൊ ആശാൻ സ്റ്റിയറിംഗ് ഇടത്തോട്ട് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ ഇടത്തോട്ട് ഓടിച്ചു. അതും കുറച്ച് കൂടിപ്പോയി. അപ്പൊ ആശാൻ സ്റ്റഡിയാക്കാൻ പറഞ്ഞു, അതും കുറച്ച് കൂടിപ്പോയി. അല്ല, അതിനു മുമ്പ് വണ്ടി മറിഞ്ഞു. ആശാന്റെ 2 കാല് ഒടിഞ്ഞു തൂങ്ങിയെന്നാണ്. ഒടിഞ്ഞു തൂങ്ങി പറഞ്ഞു പോയി. എടാ, നിന്റെ കൊലത്തോട് ജീവിച്ചാ പോരടാ. എന്തിയാ ഒറ്റ കീറ് വെച്ചോണ്ടല്ലോ. ആയുധം കൊണ്ട് കുഞ്ഞു കളിക്കണേ കേട്ടോ. പോടാ അവിടുന്ന്. ഇത് കൊള്ളാല്ലേ? ഈ വളയ്ക്ക് എന്താ വില? 10 രൂപ. 10 രൂപയോ? കൊല്ലുന്ന വില. കൊല്ലത്ത് നിങ്ങളെ നോട്ടല്ലേ? നിനക്ക് വള വേണോ? എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും കേട്ടില്ലേ. പോടാ. സരോജിനി, നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം കേൾക്കണ്ട, നേരെ ഇരുട്ടു. ഇരുട്ടിയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ശരി, ഞാൻ കൊണ്ടാക്കുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നിനക്ക് ഇത്തിരി മയത്തി പെരുമാറിക്കൂടെ സരോജിനി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനാ ആ വളക്കടയിൽ വന്ന് വായി നോക്കി നിന്നത്? വായി നോക്കി നിന്നോ? ഞാൻ വളം വാങ്ങിച്ചു തരാൻ വന്നതല്ലേ. എന്നിട്ട് ഞാൻ നാണം കിടന്നു അല്ലേ? ഞാൻ പോവാ. നിക്കടേ അവിടെ. ഇത് ചന്തയാ. എനിക്കറിയാം, ഞാനും കുറച്ച് ചന്തയാൻ പോവാ. ആളുകൾ കാണും. എന്ത് കഷ്ടമാ. എന്റെ ക്ഷീണം മാറണമെങ്കിൽ ഇപ്പൊ നീ എന്റെ ഇത് വാങ്ങണം. എന്താ ഇത്? ഇത് വള, പളപളാന്നിരിക്കുന്ന വള. ഞാനിത് ഇവിടെ വെച്ച് വാങ്ങുമെന്ന് സ്വപ്നം പോലും കാണണ്ട. നീ അപ്പുക്കുട്ടന്റെ തനിക്കുണം കാണാൻ പോവാ. നീ എന്റെ കാമുകയാണെന്ന് ഞാൻ പരസ്യമായിട്ട് വിളിച്ചു പോവും. അയ്യോ, വട്ടു പിടിച്ചോ? നീ എന്നെ വട്ടു പിടിപ്പിക്കും. എന്താ വേണ്ട ചന്തയിൽ കിടന്നൊരു ശൃംഗാരം? ഒന്നുമില്ല. ഇത് രാമൻകുട്ടി കൊടുത്തേക്കേ. എടാ, വണ്ടിയുടെ താക്കോൽ എവിടെ? താക്കോല്? സ്വിച്ച്. താക്കോല് ഞാൻ തന്നു. എടാ, നിന്നെ വണ്ടിയും വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടല്ലോ ഞാൻ ഷാപ്പിലോട്ട് പോയത്. അതെ ആശാനെ, ഞാൻ പണി കഴിഞ്ഞ് താക്കോൽ ഷാപ്പിൽ കൊണ്ട് തന്നില്ലേ? നീ ഷാപ്പിലോട്ട് വന്നിട്ടുമില്ല, താക്കോൽ തന്നിട്ടുമില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്റെ ദൈവം. നീ ഷാപ്പിൽ വന്നതിന് സാക്ഷിയുണ്ടോ? പിന്നെന്താ, ഷാപ്പുകാരൻ കൊച്ചുകുട്ടി, നാശരക്കാരൻ പഠിക്കര, ഇവരൊക്കെ കണ്ടതല്ലേ?
അല്ല ആശാനെ, താക്കോലില്ലാതെ ആശാൻ എങ്ങനെ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വന്ന്? ഞാൻ വണ്ടി ഓടിച്ചു. ആ ഒരുപാട് പോക്കെടുത്താൻ പറയരുത്. ദോണ്ട് കിടക്കും താക്കോല്. ഏ? ദോണ്ടേ. അയ്യോ, ഞാൻ പിന്നെ എന്തിനാ നിന്നോട് താക്കോൽ ചോദിച്ചേ? അത് എന്നോടാന്ന് ചോദിക്കുന്നത്. എന്നാ ഞാൻ നിന്നോട് താക്കോൽ ചോദിക്കുന്നില്ല. ആ. ഒരു 20 രൂപ ഇങ്ങതാ. ഏ എന്റർടൈൻമെന്റ് ടാക്സ്. രാവിലെ ഞാൻ തന്നില്ലേ? അതിന്റെ കെട്ടറം കിട്ട് മണിക്കൂർ പോകുന്നായി. നീ കാശെട്. എനിക്കൊന്ന് പിടിച്ചു നിൽക്കണം. ശ്ശെ. അമ്മ ഈ തണുപ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? ഓ ഞാൻ ചുമ്മാ. എന്താ അമ്മേ? ഒന്നുമില്ല. വെറുതെ പനി പിടിപ്പിക്കല്ലേ, ഇങ്ങ് കയറിപ്പോരും. ഇന്ന് നമ്മുടെ അപ്പൂന്റെ ഡ്രൈവിംഗ് പഠിത്തത്തിന് പോയതല്ലേ, എന്തായാലും എന്ന് അറിയാൻ വേണ്ടിട്ടാ. കാണുന്നില്ലേ ചെറുക്കനെ? ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഇവൻ എവിടെ പോയി കിടക്ക? ഇനി മറന്നാളെയോ? അമ്മച്ചി, എന്തൊരു പുതിയത് ഇന്ന് താടാ. ദേ, ഇത് മുഴുവൻ ഒന്നിച്ച് തിന്നു തീർത്തേച്ച് നാളെ ചോദിക്കരുത്. ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി, ഗുളിക കഴിക്കുന്ന പോലെ. ചേച്ചിയോ ഗോവൻ സാർ അറിഞ്ഞ എന്നെ കൊല്ലും. ഇങ്ങടെ താടാ. ചിരിക്കണ്ട. ഈ ജിലേബി മധുരപലഹാരമൊക്കെ വാങ്ങിച്ചു തരുന്ന പരിപാടി ഞാൻ നിർത്താൻ പോവാ. നിർത്തി. അതെന്താ? അമ്മച്ചി ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന എന്റെ ആഗ്രഹം. ശരി ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഡ്രൈവിംഗ് പഠിത്തം കഴിഞ്ഞോ? മുഴുവനും ആയില്ല, ഒരുമാതിരിയായി. നല്ല ആശാന. അത് ശരി, നീ പോയിക്കോ, ആരും കാണണ്ട. ആ ശരി. അപ്പോ ഇയാൾ എന്താ അമ്മച്ചി കൊണ്ടുകൊടുത്തത്? ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചതിന്റെ പ്രസാദം. ഏത് അമ്പലത്തിലാ പുഷ്പാഞ്ജലി കഴിച്ചതിന് ജിലേബി പ്രസാദം കൊടുക്കുന്നത്? വടക്കൻ അമ്പലത്തിൽ ജിലേബിയാ പ്രസാദം. നോക്കിക്കോ, ഞാൻ ചേച്ചിയോട് പറയുന്നുണ്ട്. ചവിട്ട് വെച്ചെന്ന് ചേച്ചി, എന്താടി? അയ്യോ, ആരാ സരോജിനി അവിടെ? ആരുമില്ല. അയ്യോ, ഞാൻ പേടിച്ചു പോയി. കള്ളനെ പോലെ ഇരുട്ട് തോന്നുന്നതിനാ? പകല് കാണുമ്പോ കുത്താൻ വരുന്ന പോത്തിന്റെ എരുമയുടെ മോന്തയാണല്ലോ നിനക്ക്. ഇപ്പോഴോ? ഇപ്പോഴോ? ഇപ്പോഴും അതുപോലെ തന്നെ. ഓ, ഇയാള് വലിയ രാജകുമാരൻ. അപ്പുകുട്ടനാണോടി? അല്ല. അതെ.